ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ദിലീപിന്റെ വിധി വന്നതിന് ശേഷം ശ്രീജിത്ത് പണിക്കരൊക്കെ വീഡിയോ ചെയ്യുന്നതോടുകൂടി അത് ആ വിധിന്യായം വായിച്ച് കേൾപ്പിച്ചിട്ട് ഇപ്പൊ പലരുടെയും ചിന്താഗതിയൊക്കെ ദിലീപിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ അല്ലെ നടിയെ പീഡിപ്പിച്ച കാര്യമല്ല ഇന്നത്തെ വീഡിയോ. ഞാൻ സോഷ്യൽ മീഡിയ കേൾക്കുമ്പോൾ പല കാര്യങ്ങൾ കേൾക്കുന്നത് സാധാരണ ഭർത്താക്കന്മാരുടെ ചില ഭർത്താക്കന്മാർ, എല്ലാവരും അല്ല, ചില ഭർത്താക്കന്മാരുടെ ഒരു സ്വഭാവമുണ്ട്. അദൃശ്യമായ ഒരു ചങ്ങല ഭാര്യയുടെ കാലേ കാണും. അതായത് നമുക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഒരു ചങ്ങല നമ്മുടെ കാലേ കാണും. അതിന്റെ അറ്റം ഭർത്താവിന്റെ കയ്യിലായിരിക്കും. അപ്പൊ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെയൊക്കെ പോകണം, അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യത്തിലും അവരുടെ ഒരു കൺട്രോൾ, അവരുടെ അനുവാദം മേടിച്ചതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കാലങ്ങൾക്ക് മുന്നേ ഉള്ള കാലത്തെ എല്ലാ സ്ത്രീകളും അതെല്ലാം അനുസരിച്ചാണ് പോന്നിരിക്കുന്നത്. ഒരു പടിയല്ല, ഒരു 3-4 പടി താഴെ നിൽക്കണം ഹസ്ബൻഡുമായിട്ട്. കുറെ അല്ലാതെ സ്ത്രീകൾ അനുസരിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്തു പോകുന്നവരുണ്ട്. പക്ഷേ കാലം മാറി സ്ത്രീകൾ വിദ്യാഭ്യാസം നേടി പഠിച്ച് ജോലിയായി സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പം ജോലിക്ക് പോകണം, പിന്നെ ഇവർ പറയുന്നതെല്ലാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം, ഒരു അടിമ പോലെ ജീവിക്കുകയും ചെയ്യണം, അവരെ ഒരു കൊച്ചുമക്കൾ വാവെ നോക്കുന്ന പോലെ ഹസ്ബൻഡിനെ നോക്കുകയും ചെയ്യണം. ഇതൊക്കെ എന്തിനാന്നുള്ള ചിന്താഗതി പല സ്ത്രീകളും പിന്നീട് ഡിവോഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫെമിനിസം ഒന്നും പറയുന്നല്ല. പക്ഷേ മഞ്ജു വാര്യർ ദിലീപ് ജീവിതം നോക്കുമ്പോൾ മഞ്ജു വാര്യർ അത്ര അഭിനയശേഷിയുള്ള, ചുമ്മാ ഉള്ള ഒരു ഇതല്ല, അഭിനയശേഷി അത്രയും ഉള്ള ഒരു ഇത് കലാതിലകമാണ്. അവരെ പോലെ ഒരു സ്ത്രീയെ തനി ഒരു വീട്ടമ്മയായിട്ട് 15 വർഷക്കാലം ഒതുങ്ങി കൂടി. പക്ഷെ അവരെ പോലത്തെ കഴിവുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിലൊരു വീട്ടമ്മയായിട്ട് ഒതുക്കി തീർക്കുമ്പോൾ ദിലീപ് മനസ്സിലാക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. വെറും ഒരു കുടുംബിനി മാത്രമായിട്ട് 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ട് കുട്ടികളുടെ മാത്രം കാര്യങ്ങൾ നോക്കുന്ന ഒരു വീട്ടമ്മയായിട്ട് മുന്നോട്ട് പോകരുത്. ഇപ്പൊ സംയുക്ത വർമ്മയൊക്കെ പോലെ അല്ലെ പേളിമാണിയൊക്കെ കണ്ടിട്ടില്ലേ, നിൽക്കുകയും ചെയ്യും എന്നാൽ ഫാമിലി, സോഷ്യൽ മീഡിയ നിറഞ്ഞ് നിൽക്കുകയും ചെയ്യും എന്നാൽ ഫാമിലി കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു രീതി പോകുന്ന ഒത്തിരി പേരുണ്ട്. ഒരു സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്. ഇത് നമ്മൾ മഞ്ജു വാര്യരുടെ ഒരു ഫംഗ്ഷന് പോലും കൊണ്ടിരുന്നില്ലായിരുന്നു എന്ന് ആ കാലത്ത് പറയുന്ന കേൾക്കാം. ഒന്നിനും കാണാതില്ലാതെ ഇതായിപ്പോയി. എന്നാൽ മഞ്ജു വാര്യരെ മലയാളികൾ അത്ര ഇഷ്ടപ്പെട്ട. എന്നിട്ട് അതിന് ശേഷം ദിലീപ് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഞാൻ ഓർക്കുന്നുണ്ട്. മഞ്ജു 19 വയസ്സിൽ അഭിനയം നിർത്തിയത് കൊണ്ട് മാത്രമാണ് മഞ്ജു വാര്യരെ ആൾക്കാർ ഇത്രയും അധികം ഇഷ്ടപ്പെടുന്നത്. കാവ്യം പറഞ്ഞിട്ടുണ്ട് ആ രീതി. മഞ്ജു ചേച്ചിയെ ഇത്രയും ജനം ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷെ നീ മുന്നോട്ട് അഭിനയിച്ച് പോയിരുന്നെങ്കിൽ അത്ര ഇഷ്ടം വരില്ലായിരുന്നു. ഈ പീക്ക് ടൈമിൽ നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്ര ഇഷ്ടം. ഇപ്പൊ 2ാം ഘട്ടം വന്നിട്ട് എന്തുണ്ടായി? ഇപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടം തന്നെയല്ലേ. ഇപ്പം ദിലീപിന്റെ ആ ഇന്റർവ്യൂ ഒക്കെ അല്ല, പണിക്കരൊക്കെ കീറി മുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ മഞ്ജു വാര്യരുടെ പുറത്ത് ഒത്തിരി ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. വെള്ളം അടിക്കുമായിരുന്നു, പിന്നെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു, ആ കുട്ടിയെ അബോർഷൻ ചെയ്തു. ദിലീപിന് പിള്ളേരെ വളർത്താൻ ഇഷ്ടമാണ്, മഞ്ജു വാര്യർക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ശ്രീകുമാര മേനോന, ഇങ്ങനെ കുറേ അപവാദങ്ങൾ കമന്റ് ബോക്സുകളിലൊക്കെ വരുന്നുണ്ട്. അതായത് മഞ്ജു വാര്യരുടെ പുറത്ത് കുറ്റം കാണാനാണ് ഡിവോഴ്സ് ആയതിന്റെ പുറത്ത് കാണുന്നത്. പക്ഷെ ഈ സമയത്ത് ഭാഗ്യലക്ഷ്മിയുടെ ഒരു വോയിസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം, അവളുടെ കാലയില് അദൃശ്യമായ ഒരു ചങ്ങല ഇടരുത്. ഓവർ സ്വാതന്ത്ര്യമൊന്നും സ്ത്രീകൾക്ക് കൊടുക്കേണ്ട. ഏറിപ്പോയ അമൃതും വിഷമാണ്. മീഡിയം ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പൊ അത് കൊടുത്തിരുന്നില്ല എന്ന് ഭാഗ്യലക്ഷ്മിയുടെ ഒരു വോയിസ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ടു. പഴയ വോയിസ് ആണ്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കും. ഒരു വിഷയത്തിൽ ഞാനൊരു ദൃക്സാക്ഷിയാണ്. ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരു ഭാഗമാണ് ആ വിഷയത്തിൽ. കാരണം ഈ കരിക്കകം ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു, അനൂപ് പറഞ്ഞതായിട്ട് വായിച്ചിരുന്നു. അതില് ഈ കരിക്കകം ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു വാര്യരെ ഒന്ന് സംഘടിപ്പിച്ച് തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ ഡാൻസിന്? ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ഒരു പരിചയവും ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത് മാഡം, എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത്. കാരണം എനിക്ക് മഞ്ജുവിനെ പരിചയമില്ല, നമ്പർ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഗീതു പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ചാ, ഞാൻ നമ്പർ തരാം, ചേച്ചി മഞ്ജുവിനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല. ഞാൻ മഞ്ജുവിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ മഞ്ജുവിനോട് ചോദിച്ചു, മഞ്ജു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു. കളിക്കും ചേച്ചി, എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ, കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ്. കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്.
അപ്പൊ എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യിൽ, അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നേരിട്ട് സംസാരിച്ചോളൂ, ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു. എന്റെ റോൾ അവിടെ കഴിഞ്ഞു. അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു. പേയ്മെന്റ് അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു. അതിൽ യാതൊരു ബാർഗൈനിങ് ഒന്നും അവര് നടത്തിയില്ല. നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റ് പറഞ്ഞു. മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് ഫിക്സ് ചെയ്തു, ഞാൻ പകുതി അഡ്വാൻസ് തന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു. ഞാൻ ഇതുവരെ ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത്. അപ്പൊ അന്ന് രാത്രി ഒരു 1:30 മണിക്ക്, എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല, പക്ഷെ ഒരു 1:30 മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു. നോക്കുമ്പോ ദിലീപായി. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഈ രാത്രി 1:30ക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി, ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തത്? ഞാൻ പിന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല, രണ്ടുപേരെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അല്ല അത് കളിക്കാൻ പാടില്ല, അത് അവർ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ, നിങ്ങളുടെ ഭാര്യയല്ലേ, സംസാരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ്, ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 14 വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്ക് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു, കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു. ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അപ്പൊ തന്നെ മഞ്ജുവിന് ഒരു മെസ്സേജ് അയച്ചു, രാവിലെ എന്നെ വിളിക്കണം, അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. രാവിലെ ഒരു 6-6:30 ആയപ്പോ മഞ്ജു എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ, ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് എന്ന്. ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ്, ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ്. അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു, കുറച്ച് രൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു, പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം, ചേച്ചി ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ട, കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവര് കളിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത്. അതല്ലാതെ അവര് തോന്നിയ പോലെ ആരോടും പറയാതെയും ആരോടും ഒന്നും ചോദിക്കുക അങ്ങനെയൊക്കെയാണ് ഈ വാർത്തകൾ വന്നത്. ഇദ്ദേഹം അറിഞ്ഞില്ല. ഈ ഗുരുവായൂർ ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ അതിനെ കുറിച്ചൊക്കെ ഞാൻ മഞ്ജുവിനോട് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തമായി ചോദിച്ച് സമ്മതം ചോദിച്ചിട്ടാണ് കളിക്കാൻ പോയതെന്ന് അന്ന് എന്നോട് മഞ്ജു പറയുകയും ചെയ്തു. ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ദിലീപേട്ട എന്നെ അനുഗ്രഹിക്കണം, ഞാനിതാ സ്റ്റേജിൽ കയറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായ ഒരു ഭാഷ തിരിച്ചു പറഞ്ഞു എന്നുമൊക്കെ ഇത്തരം ചർച്ചകളൊക്കെ ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊന്നും മഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്ത് പറയാതിരിക്കുന്നത് കൊണ്ട്, അവരാരോടും ഒന്നും ഇതിൽ സംസാരിക്കുന്നില്ല, അവർ ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് എന്ത് തോന്നിവാസവും അവരെ കുറിച്ച് പറയുക എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ. ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സമൂഹത്തിൽ അവരെ കുറിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം പിന്നെ ഈ നടിയുടെ വിഷയമുണ്ടായ സമയത്ത് ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പിന്നെ കൂടാൻ പാടില്ലാത്ത ആൾക്കാരുടെ കൂടെ കൂടിയിട്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പൊ ഇത് അതായത് ഇപ്പൊ ഇദ്ദേഹം നിൽക്കുന്ന ഒരു അവസ്ഥ, ആരുടെ കൂടെ കൂടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മോശമായ ഒരു അവസ്ഥയിൽ. അപ്പൊ മഞ്ജു ദിലീപിന്റെ കൂടെ താമസിച്ചിരുന്ന കാലത്ത് അനുഭവിച്ച ഒരു ഫിസിക്കലല്ല മെന്റലി ഉള്ള പീഡനമാണ് ഈ വോയിസിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് പണമില്ലാതിരിക്കുമ്പോൾ ഇപ്പൊ അഭിനയിക്കാൻ ചാൻസ് ഒന്നുമില്ല, അല്ലെ അഭിനയിക്കാൻ പോകുന്നില്ല. ദിലീപിന് വേണമെങ്കിൽ പറയാം, അത്രമധികം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ വേണമെങ്കിൽ പറയാം എന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന കാണുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് അഭിനയത്തിൽ നിന്ന് പിന്മാറാം. അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് പിന്മാറണം, അഭിനയം വേണ്ട എന്ന് പറയാം. ഓക്കെ, അത് വേണ്ട, സമ്മതിച്ചോളാം. നൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? അത് അത്ര ദൈവീകമായിട്ട് കിട്ടുന്ന പോലത്തെ ഒരു കഴിവാണ് നൃത്തം. മഞ്ജു വാര്യരുടെ നൃത്തമൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം ആ ഒരു നൃത്തം അഭിനയിക്കാൻ അമ്പലങ്ങളിലോ എവിടെയെങ്കിലും പോയി അതിന്റെ പേരിൽ ഒരു പൈസ കിട്ടുന്നതിനെയൊക്കെ എന്തിനാണ് നിഷേധിക്കുന്നത്? എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ലൈഫുണ്ട്. ആ സ്ത്രീക്ക് വേണ്ടതെല്ലാം ഭർത്താവ് വാങ്ങിക്കൊടുക്കും, ബ്യൂട്ടി പാർലറിൽ വരെ കൊണ്ടുപോകും, എല്ലാം ചെയ്യും, ഒന്നിനും ഇതില്ല. ഡ്രസ്സ് വാങ്ങാനോ എന്തും ചെയ്തു കൊടുക്കും, എന്തും ഒപ്പത്തിനോ. പക്ഷെ ഒരു പേഴ്സും ആ പേഴ്സിൻ്റെ അകത്ത് കുറച്ച് പൈസയായിട്ട്, ഒരു മാനസിക രോഗമാണെന്ന് പറയാം, പൈസയായിട്ട് പിടിക്കാൻ സമ്മതിക്കില്ല. ആ വൈഫിന്റെ കയ്യിൽ ഒരു പേഴ്സോ അതിൻ്റെ അകത്ത് കുറച്ച് കാശോ കൊടുക്കല. എന്താണെന്നറിയാം, സ്വന്തമായിട്ട് പൈസ സ്ത്രീകളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അഹങ്കാരമാകും എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. എന്ത് പറയാൻ പറ്റും? ഇങ്ങനെയാണ് ചില പുരുഷന്മാരിത്. സ്വാതന്ത്ര്യം കൊടുത്താൽ മോശമായി പോകുന്നോ എന്തോ ഒരു വിചാരത്തിന്റെ പുറത്ത് അങ്ങ് ചങ്ങലയിട്ട് പൂട്ടി കെട്ടി വെക്കാൻ നോക്കുക. അതേ സമയത്ത് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുത്താൽ കുഴപ്പമില്ല.
മറിച്ച് ഇവിടെ നമ്മൾ മഞ്ജു വാര്യരുടെ ലൈഫ് എടുക്കുമ്പോൾ ദിലീപ് അടിച്ചു പൊളിച്ച് നടക്കുക ചെയ്യുന്നത്. എല്ലാ സിനിമയിലും അഭിനയിക്കും, എല്ലാ ടൂറും വിദേശയാത്രകളും എല്ലാം നടത്തും. കൂടെ കാവ്യമാധവനുണ്ട്. അവിടെ പോയി ബാത്റൂമിൽ കയറി കഥ അടച്ചുന്നു. റിമി ടോമിയും ആക്രമിക്കപ്പെട്ട നടിയും എല്ലാം പറയുന്നു. പലവിധ ഗോസിപ്പ് കേൾക്കുന്നു. അപ്പോഴും മഞ്ജു വാര്യർ വീട്ടിനുള്ളിൽ അടച്ചു പൂട്ടിയിരുന്നോണം. ഇതെല്ലാം സഹിച്ച് വല്ലപ്പോഴും കയറി വരുന്ന ഭർത്താവിനെയും, സിനിമാ നടന്മാർ വല്ലപ്പോഴാണ് വീട്ടിൽ കയറുന്നു വരുന്ന ഭർത്താവിനെയും കാത്ത് കുടുംബം നോക്കി കഴിഞ്ഞോണമെന്ന്. അത് ആ പറയുന്നതിൽ വലിയ ന്യായമൊന്നുമില്ല. അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുത്ത് നൃത്തങ്ങളൊക്കെ അവതരിപ്പിക്കാനൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇത് ഇത്രയും പ്രശ്നമാകില്ലെന്ന് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിഹിത ബന്ധത്തിന്റെ പുറകെ പുരുഷന്മാർ പോയ ആ ജീവിതം നശിക്കും. പുരുഷന്മാർ പറയുമ്പോൾ അവർക്ക് പറയാം, ഓ എന്നും ഒരു പ്ലേറ്റിൽ തന്നെ ചോറുണ്ട് മടുത്തു, അതുകൊണ്ടൊന്ന് മാറി നോക്കുന്ന വെറൈറ്റി മേക്ക് ഇൻട്രസ്റ്റ് എന്ന് അവർ പറയും. അതേ പറച്ചില് സ്ത്രീകൾക്കും പറഞ്ഞുകൂടെ എന്ന് ഒരു ചോദ്യമുണ്ട്. ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നും ഒരു പാത്രത്തിൽ തന്നെ ചോറുണ്ടും മടുത്താൽ അതേ ചിന്താഗതി സ്ത്രീക്കും തോന്നിക്കൂടെ? സ്ത്രീക്കും മാറി ചിന്തിച്ചുകൂടെ? അതേ ഇവിടെ സംഭവിച്ചുള്ളൂ. ഒരാളുടെ കൂടെ ജീവിച്ച് മടുത്തു കഴിഞ്ഞാൽ മറ്റു പലരെയും തേടി പോകുന്നു. പക്ഷെ വൈഫ് എപ്പോഴും, ഇത് കേരളത്തിലെ എല്ലാ പുരുഷന്മാരുടെയും ചിന്താഗതിയാണ്, വൈഫ് എന്ന് പറയുന്ന സ്ത്രീ എന്നും വീട്ടിനുള്ളിൽ ഇവരെ പൂജിച്ച് ഇവരുടെ കാര്യം മാത്രം നോക്കിയിരുന്നോളും. തിരിച്ച് ഇങ്ങോട്ട് നമ്മളോട് വിശ്വസ്തത വേണമെന്ന് ഇല്ല, അങ്ങോട്ട് നമ്മൾ വിശ്വസ്തതയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. പക്ഷെ ആ നിർബന്ധം പിടിക്കാൻ ഇവർക്ക് അവകാശമില്ല. പരസ്പര വിശ്വാസവും ധാരണയും സ്നേഹവും ബഹുമാനമാണ് ദാമ്പത്യത്തിൽ വേണ്ടത്. അത് ഒരാൾ ബ്രേക്ക് ചെയ്താൽ അത് അവിടെ തീർന്നു. സത്യത്തിൽ അതാണ്. അല്ലാതെ ഇനി പുരുഷന് മാത്രം മതി ഇതൊക്കെ, ഭാര്യയ്ക്ക് ഇതൊന്നും വേണ്ട, ഭാര്യ എന്നും അടിമയായിട്ട് കേട്ടിരിക്കണം. ഫെമിനിസം അല്ല പറയുന്നത് കേട്ടോ, പറഞ്ഞു വരുമ്പോൾ ഫെമിനിസം പോലെ തോന്നുന്നതാണ്. പക്ഷെ ഇതൊക്കെയാണ് ദാമ്പത്യം തകരുന്നതിന്റെ കാര്യം. പക്ഷെ എന്നാലും ഞാൻ ടോട്ടലി പറയുമ്പം ഇതൊക്കെ ആണെങ്കിലും സ്ത്രീകൾ കാലം എത്ര മാറി എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോഴും കുറെ എല്ലാം സ്ത്രീകൾ വിട്ടുവീഴ്ച ചെയ്യുകയും ഒരു പടിയല്ല 2 പടി താഴോട്ട് നിൽക്കുന്നുമുണ്ട്. ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങളൊന്നും ഇല്ലേലും അത് കുഴപ്പമില്ല, എൻ്റെ ജീവിതം നല്ല, എന്നെ സ്നേഹിക്കാൻ എൻ്റെ ഹസ്ബൻഡും മക്കളും ഉണ്ട് എന്ന് രാവിലെ തൊട്ട് രാത്രി വരെ അടുക്കള കിടന്ന് പണിയെടുത്തിട്ട് സ്വന്തം അസുഖത്തെക്കുറിച്ചോ സ്വന്തം ഇഷ്ടങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഭാര്യയ്ക്ക് ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രം ജീവിതം കൊണ്ടുപോകുന്ന ഭാര്യമാർ ഒത്തിരി പേരുണ്ട്. പക്ഷെ തിരിച്ചൊരു ശകലം അല്പം കരുണയും സഹതാപവും പരിഗണനയും ഒക്കെ കൊടുക്കുന്നതാണ് പുരുഷന്മാർ ചെയ്യേണ്ടത്. പലപ്പോഴും ഒരു പ്രശംസ പോലും ഭാര്യമാർക്ക് ഒരു കറി വെച്ചാൽ നല്ലതെന്ന് പോലും കിട്ടാറില്ലെന്നുള്ളതാണ് സത്യം. ഏതായാലും മഞ്ജു വാര്യരുടെ ലൈഫ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.